അപ്പോൾ വൈകുന്നേരം നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഇൻക്ലൈൻ ബാർബിൾ പ്രസ്സാണ് ചെയ്യുന്നത്. സെയിം നമ്പേഴ്സ് സെയിം തന്നെയാണ്, 2, 15, 2, 12 എന്ന ലെവലിലേക്കാണ്. വൈകുന്നേരത്തിൽ വരുമ്പോൾ നമ്മൾ ബോഡി വാമ്പൊക്കെ ചെയ്തിട്ട് നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. കാർഡിയോ കഴിഞ്ഞതിന് ശേഷമാണ്, വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കാർഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈവനിങ്ങിലാണ് ചെസ്റ്റ്, വിങ്സ്, ഷോൾഡർ എല്ലാം ചെയ്യൽ. ബാക്കിയുള്ള ബൈസ്, ട്രൈസ്, ലെഗ് രാവിലെയാണ് ചെയ്യൽ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ ഇൻക്ലൈൻ ഡംബിൾ ഫ്ലൈ ആണ് ചെയ്യണത്. ഇൻക്ലൈൻ ഡംബിൾ ഫ്ലൈയിലും സെയിം നമ്പർ തന്നെയാണ്, 2, 15, 2, 12. നേരത്തെ മുന്നേ പറഞ്ഞ അതേപോലെ തന്നെ 2, 15, 2, 12 ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റ് എടുത്തിട്ട് നല്ല ഇതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം എന്നാണ് നമ്മളെ കോച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നമ്പർ ഫോളോ അപ്പ് ചെയ്യാതെ കളിച്ചിട്ട് കാര്യമില്ല. നമ്പറാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് പറ്റുന്ന വെയിറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വരുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാർബിൾ പ്രസ്സാണ്. ബാർബിൾ ബെഞ്ച് പ്രസ്സിൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 2, 15, 2, 12 മാക്സിമം വെയിറ്റ് എടുത്തിട്ട് 15 നമ്പർ എത്തിക്കുന്ന രീതിയിൽ ചെയ്യുക. അതിൽ 15 എത്തിക്കണം, 2, 15 എത്തിക്കണം, 2, 12 എത്തിക്കണം. ആ വെയിറ്റ് ഇട്ടിട്ട് മാക്സിമം ചെയ്യാനാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ട് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പെക്ടക് ഫ്ലൈ ആണ്. പെക്ടക് ഫ്ലൈയിൽ സെയിം നമ്മൾ നമ്പറൊക്കെ സെയിം തന്നെയാണ്, 2, 15, 2, 12. അത് നല്ല ഫോക്കസ് ചെയ്ത് നല്ല യൂസ് ചെയ്ത് ചെസ്റ്റ് നല്ല പമ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് ചെസ്റ്റിന് കിട്ടുന്നുണ്ട്. ചെസ്റ്റൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട് ചേഞ്ചൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത വർക്കൗട്ട് വരുന്നത് ഡിക്ലൈനിലാണ്. ഡിക്ലൈൻ ബെഞ്ച് പ്രസ്സാണ് ചെയ്യാൻ പോണത്. ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ഡിക്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്യും. ഡിക്ലൈൻ ബെഞ്ച് പ്രസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നമ്പറിൽ തന്നെയാണ്, 2, 15, 2, 12. അത് ഫോക്കസ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മളെ കോച്ച് പറഞ്ഞിട്ടുള്ളത്. കോച്ച് പറഞ്ഞ പ്രകാരം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംഗതി നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. കളി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെസ്റ്റൊക്കെ നല്ല പമ്പായിട്ട് നിൽക്കാറുണ്ട്. അത് ഞാൻ ഒരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഡിക്ലൈനിൻ്റെ ബാർ പ്രസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കേബിളിൽ ക്ലോസ് ഓവറാണ്. അത് നല്ല മാക്സിമം താഴത്തോട്ട് ലോഡ് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ചെസ്റ്റിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെസ്റ്റിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ഇതാണ്. 6 വർക്കൗട്ടാണ് വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കാർഡിയോ, ത്രെഡ്മില്ല്, സൈക്കിളൊക്കെ ചെയ്തിട്ട് ആണ് വീട്ടിൽ പോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് വരുന്നത്.